എൻ്റെ പ്രഗ്നൻസിയിൽ വന്ന കോംപ്ലിക്കേഷൻസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിപ്പോർട്ടുകളുടെ കാര്യം. ആദ്യം വന്നത് ഡെങ്കിപ്പനി. പ്രഗ്നൻസി ക്രാവിങ്സിൽ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഉറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ വെച്ചു. പിന്നെയാണ് ബ്ലഡ് കുറവ്, പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടിയ പ്രശ്നം, ഷുഗർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പ്രഗ്നൻസി ജേർണിയെ കുറിച്ചിട്ടാണ്. ഇനി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഓ ശരി, ഷോള് കണ്ടിട്ട് വന്നതാണ് കേട്ടോ. 2022 ഡിസംബറിലാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. ആദ്യമൊന്നും അധികം ഛർദിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2 മാസം കഴിഞ്ഞിട്ട് 3-ാം മാസമൊക്കെ ആകുമ്പോഴാണ് പിന്നെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് കേട്ടോ. വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അധികം എനിക്ക് ഒരു 5 മാസത്തിനുള്ളിൽ തന്നെ അതെല്ലാം കംപ്ലീറ്റ് പോയി. പിന്നെ നോർമലായിട്ട് എനിക്ക് ഛർദികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് ബ്രഷ് ചെയ്യുമ്പോൾ എനിക്ക് നേരത്തെ ബ്രഷ് ചെയ്യുമ്പോഴുള്ള ഒരു വൊമിറ്റിങ്ങും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഓക്കെ ആയി. പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് നമ്മൾ നോക്കുന്നത് ജനുവരിയിലൊക്കെ ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്തു. ഒരു 6 ആഴ്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 6 ആഴ്ച ആകുമ്പോഴാണ് നമ്മൾ സ്കാനിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്കാനിങ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സർവൈലൻസൊക്കെ ഓക്കെ ആയിരുന്നു. ഫസ്റ്റത്തേത് നമുക്ക് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നത്തെ ടെസ്റ്റിലാണ് സത്യം പറഞ്ഞാൽ ഒരു വേരിയേഷൻ പോലെ വന്നത്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാർച്ചിലാണ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയത് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ സർവീസ് ലെങ്ത് കുറഞ്ഞു വന്നു, 3.1 ആയി. അപ്പോൾ അത് ഇത്തിരി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. ബാക്കിയൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യത്തിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. സെക്കൻഡ് നമ്മൾ സ്കാനിങ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു മീൻ 3-ാമത്തെ മാസം 5-ാമത്തെ മാസം അങ്ങനെ നമ്മൾ ചെയ്യുമല്ലോ. അപ്പം അങ്ങനത്തെ ഇതിലാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പം ഞാനായിട്ട് നമുക്കൊരു ഇഞ്ചക്ഷൻ ഒരു 7 ആഴ്ചയോ നമുക്കുണ്ടായിരുന്നു. 7 ആഴ്ച ആഴ്ചയിൽ പോയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഒരു നേഴ്സിനെ നമ്മൾ വീട്ടിൽ വരുത്തിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പം അവർ വന്നിട്ട് നമുക്ക് എടുത്തു തരാണ് ചെയ്യണം. അങ്ങനെ ഒരു 7 ആഴ്ച നമ്മൾ എടുത്തു, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ വന്നു തുടങ്ങി. പിന്നെ എനിക്ക് ആദ്യമൊന്നും ഷുഗർ ഉണ്ടായിരുന്നില്ല. ഒരു 7 മാസമൊക്കെ അടുപ്പിക്കാറാകുമ്പോഴാണ് പിന്നെ എനിക്ക് ഷുഗറായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തു തുടങ്ങി. അപ്പോൾ പിന്നെ ഈ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇത്തിരി കൂടുതലായിരുന്നു. 21 ബേബിക്ക് നല്ല വെയിറ്റ് വെച്ച് തുടങ്ങി. ആ സമയത്ത് 1.6 എന്തുകൊണ്ടായിരുന്നു 3.296 ഗ്രാം വെയിറ്റ് വന്നു കുഞ്ഞിന്. അപ്പോൾ ഇത്തിരി വെയിറ്റുള്ള ബേബിയുള്ള കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമലി സത്യം പറഞ്ഞാൽ സാധ്യമില്ല എന്നുള്ളൊരു ഇതിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പ്രഗ്നൻസിയിൽ വന്ന വേറൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്ലഡിൻ്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലഡ് ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 4-5 മാസത്തിനാവുമ്പോഴാണ് എനിക്ക് ഈ ഒരു പനി വരുന്നത്. പനി വന്നിട്ട് നോർമൽ ഒരു പനിയാണെന്നാണ് വിചാരിച്ചത്. നമ്മൾ അതിനുള്ള ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിച്ചു. എല്ലാം ഇതായി, റെസ്റ്റ് എടുത്തു, നല്ല പോലെ റെസ്റ്റ് എടുത്തു. അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ഈ സമയത്ത് ആദ്യം ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. പനീര് നമ്മളെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള അനുസരിച്ചിട്ടുള്ള ഗുളികകളും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം പനി വന്നു. പിന്നെ പനി അത് മാറി. പിന്നെയും പനി വന്നപ്പോഴാണ് നമുക്ക് ടെൻഷൻ ആയത്, എന്തിനാണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴാണ് അതിൽ പറയുന്നത് ഡെങ്കിപ്പനിയാണെന്ന്. ഈ നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ചുവന്ന കുരുകൾ പോലെയൊക്കെ വന്നു. അപ്പം 5-ാം മാസത്തിലേക്ക് ഡെങ്കിപ്പനി വന്നപ്പോൾ അതേ കിവി, മാതളം അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാൻ പറഞ്ഞു, കൂടുതൽ ബീട്രൂട്ട് ബ്ലഡ് വെക്കാനായിട്ട്. അപ്പം അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഡെങ്കിപ്പനിയിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് പെട്ടെന്ന് റിക്കവർ ആയി കിട്ടും. ഇതൊക്കെ കഴിച്ചാൽ മതി, പ്രത്യേകിച്ച് ഇതിന് ഗുളികയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് അതൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നോർമലായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ആ ഒരു പീരീഡ് അങ്ങനെ കഴിഞ്ഞു പോയി. ഇല്ല, നോർമലായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിച്ചതും. ബൈ ചാൻസ് ഒരു സിസേറിയൻ കൂടി ഉണ്ടാവാനുള്ള ചാൻസസ് ഞാൻ തള്ളിക്കളഞ്ഞിരുന്നില്ല. പ്രഗ്നൻസി ക്രാവിങ്സിൽ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ക്രാവിങ്സ് ആയിട്ടേക്ക് വന്നിരുന്നത് മസാല ദോശ, കഞ്ഞി കുടിക്കാൻ പഴങ്കഞ്ഞി, പിന്നെ മുളക് കഴിക്കാനായിട്ട് തോന്നിയിരുന്നു. പിന്നെ അട,
നമ്മളെ ഇലയിലൊക്കെ വെച്ചിട്ട് ആവിയിൽ കയറ്റി കഴിക്കില്ലേ അത്. പിന്നെ ചോറ് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ചോറ്. അത് പിന്നെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഉപ്പേരികൾ അതൊക്കെ കഴിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതൊക്കെയായിരുന്നു നമ്മുടെ ക്രാവിങ്സ് ആയിട്ട് കാണിക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നത് ആ വിഭവമൊക്കെ ഭയങ്കര. ഫ്രൂട്ട്സൊക്കെ കഴിക്കും നമ്മുടെ ഹെൽത്തിന്, കുഞ്ഞിന് ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ ആ സമയത്തൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഒത്തിരി മാങ്ങയൊക്കെ കിട്ടിയിരുന്നുണ്ട്. മാങ്ങ സീസണൊക്കെ ആയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാങ്ങ കഴിച്ചിട്ടുണ്ട്. 1 കിലോ കണക്കിന് മാങ്ങകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാങ്ങ ഒക്കെ അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാങ്ങ കുറേ കഴിച്ചിട്ടുണ്ട്. പിന്നെ അവക്കാഡോ ഉണ്ട്, അവക്കാഡോ വെച്ചിട്ട് ജ്യൂസ്. അതൊക്കെ അധികം കഴിക്കൂല, കുറച്ച് കഴിക്കുള്ളൂ. അവക്കാഡോ വെച്ചിട്ടുള്ള ജ്യൂസ് അതൊക്കെയാണ് ആ പീരീഡിലൊക്കെ ഞാൻ കൂടുതലും കഴിച്ചുള്ളത്. വേറെയുണ്ട്, ഞാനിപ്പോൾ പെട്ടെന്ന് എടുത്തു പറയുന്നത് ഇത്രയും. ഇപ്പം ഇത്രയും മനസ്സിലായില്ല. ഫസ്റ്റ് വൺ ആദ്യം വന്നത് ഡെങ്കിപ്പനി, പിന്നെ ഇഞ്ചക്ഷൻ, ഉറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ വെച്ചു. പിന്നെയാണ് ബ്ലഡ് കുറവ്, പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടിയ പ്രശ്നം, ഷുഗർ, പിന്നെ ഓർക്കുറവ്, അങ്ങനത്തെ പല കോമൺ 5 കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് വന്നത്. ഇപ്പം ഈ 5 പ്രോസസ്സ് തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധം ആയി സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുഞ്ഞിനെ നോക്കേണ്ടത്, ഉറക്കമില്ലായ്മ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പ്രഷറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ മറക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. ഇതാണ് കേട്ടോ അതൊക്കെ സ്കാനിങ്, റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.